വിജയം ലക്ഷ്യമാക്കി യാത്ര തുടങ്ങുമ്പോൾ ശരിയായ വഴികാട്ടി അത്യാവശ്യമാണ്. ഇന്റേൺസ് ഗ്ലോബലിൻ്റെ ഇന്റേൺഷിപ്പ് അത് തന്നെയാണ്. ഇങ്ങനെ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത ഒരു വ്യക്തിയുടെ എക്സ്പീരിയൻസ് ആണിത്. ഇന്റേൺസ് ഗ്ലോബലിൻ്റെ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ആക്കിയ ഫിദയാണ് നമ്മുടെ കൂടെ ഇന്നുള്ളത്. ഹായ് ഫിദ, പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഐ എം ഫാത്തിമത്തുൽ ഫിദ. ഐ എം ഫ്രം കണ്ണൂർ. ഞാൻ +2 കംപ്ലീറ്റ് ചെയ്തതാണ്. ഇവിടെ ഏത് കോഴ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. +2 കഴിഞ്ഞിട്ട് ഈ ഒരു കോഴ്സ് എടുക്കാനുള്ള ഒരു റീസൺ എന്തായിരുന്നു? പെട്ടെന്ന് ജോബ് കിട്ടാനുള്ള ആഗ്രഹം കൊണ്ട് എടുത്തത്. ഇവിടുത്തെ മെൻറ്റേഴ്സ് ഒക്കെ എങ്ങനെയായിരുന്നു? അടിപൊളി. ഫിദ എങ്ങനെയാണ് ഈ ഒരു ഇന്റേൺഷിപ്പിലേക്ക് എത്തിയത്? ഞാൻ ഇന്റേൺഷിപ്പ് ഓൺലൈൻ വഴി നോക്കുന്ന സമയത്ത് ഇന്റേൺസ് ഗ്ലോബൽ കണ്ടു. അങ്ങനെ കോണ്ടാക്ട് ചെയ്തു. അവർ വഴി ഡോക്ടർ ഫെബീസിലേക്ക് ഇന്റേൺഷിപ്പിന് എത്തി. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഏത് ഏരിയ ആണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്? റിസപ്ഷൻ ഏരിയ. എന്താണ് റിസപ്ഷൻ ഏരിയ ഇത്ര ഇൻട്രസ്റ്റ് ആവാൻ കാരണം? നമ്മുടെ പല പല പേഷ്യൻസ് അല്ലേ വരുന്നത്, അപ്പോൾ നമുക്ക് പല പല എക്സ്പീരിയൻസ് കിട്ടും. ഫസ്റ്റ് പ്രാക്ടിക്കൽ ചെയ്തപ്പം എന്തായിരുന്നു ഫീൽ ഉണ്ടായിരുന്നത്? ആദ്യം ഇതെങ്ങനെ ചെയ്യുന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ മിസ്സിൻ്റെ സപ്പോർട്ട് ഉണ്ട്. ഓക്കെ, ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ആക്കിയല്ലോ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ജോബാണ്. ഈ ജോബിൽ കയറുമ്പം എന്തൊക്കെ വർക്ക് നിനക്ക് കോൺഫിഡൻ്റ് ആയി ചെയ്യാൻ പറ്റും? NIBHൻ്റെ ഫോർമുലാസ്, പിന്നെ NIBHനെ എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം, പിന്നെ ഫ്രണ്ട് ഓഫീസ്, ലാബ്, ഫാർമസി, അതുപോലെ അതെല്ലാം ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്യാം. കാഷ്വാലിറ്റി, പിന്നെ അഡ്മിനിസ്ട്രേഷൻ, ബില്ലിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോൺഫിഡൻസ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. +2 കഴിഞ്ഞ് വരുന്ന സമയമായതുകൊണ്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ മെൻറ്റേഴ്സ് എല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത ഈ ഒരു മൊമെന്റിൽ എന്താണ് പറയാനുള്ളത്? ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത ഡോക്ടർ ഫെബീസിനും, പിന്നെ എനിക്ക് ഡോക്ടർ ഫെബീസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇന്റേൺസ് ഗ്ലോബലും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്റേൺസ് ഗ്ലോബലിനും ഡോക്ടർ ഫെബീസിനും താങ്ക്സ്.